ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിംഗിൾ VST ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡിഫോൾട്ട് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് പല വോയിസുകൾ മിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ പല വോയിസുകളും കൊണ്ട് ഞാൻ ഒരു മ്യൂസിക് ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം പോർഷൻ. ഇവിടെ പ്ലക്ക് ഫസ്റ്റ് യൂസ് ചെയ്തു. രണ്ടാമത്തെ ഭാഗത്തിൽ പ്ലക്കിൻ്റെ ബേസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലക്ക് യൂസ് ചെയ്തു. പിന്നെ പാഡ് തന്നെ പാഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നാലാമതായിട്ട് പിന്നെ വേറൊരു പാഡ് യൂസ് ചെയ്ത് പിന്നെ അതിൻ്റെ ഡിഫോൾട്ട് വോയിസ് കൊണ്ട് തന്നെ ഒരു മെലഡി യൂസ് ചെയ്ത് പിന്നെ സബ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബേസ് ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഡിഫോൾട്ട് വോയിസ് ഹാംലെസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന VST. ആ VSTയുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള പോർഷൻ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ മാനിപ്പുലേഷൻസ് എല്ലാം ഇങ്ങനെ നടത്തിയാണ് ഞാനിവിടെ എല്ലാം എഫക്ട്സുകളിൽ ഓരോ ചേഞ്ചുകൾ വരുത്തിയാണ് ഒരു സിംഗിൾ ഡിഫോൾട്ട് വോയിസ് കൊണ്ട് തന്നെ ഞാനതൊരു മ്യൂസിക് ഉണ്ടാക്കി. ഇത് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്ലഗിൻ ആയതിൻ്റെ FL സ്റ്റുഡിയോയുടെ സ്റ്റോക്ക് പ്ലഗിൻ ആയതുകൊണ്ട് ഇത് നമുക്ക് CPU ഇപ്പോൾ ഹൈ എൻഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തവരാണ്, ഇപ്പോൾ i3 ആണെന്നുള്ളവർ അല്ലെങ്കിൽ സാധാ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ CPU ലോഡിങ് അധികം എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വർക്കുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ CPU ലോഡ് നോക്കിയാൽ CPU ലോഡ് 4, 3, 2 നിൽക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യാതെ പല VSTകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 60-65 മുകളിൽ പോകും. അപ്പോൾ CPU ലോഡ് വന്നു കഴിഞ്ഞാൽ അത് മ്യൂസിക്കിനെ ബാധിക്കുകയും കമ്പ്യൂട്ടറിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു സിംഗിൾ VST ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലോൺ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത ഒരു വർക്കാണിത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൻ്റെ CPU ലോഡിങ് അധികമില്ല. നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇതിൻ്റെ CPU ലോഡിങ് 5ന് മുകളിലോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ മെമ്മറി യൂസ് ചെയ്തിരിക്കുന്നത് 179 MB മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാധാ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ സാധാ ഒരു കമ്പ്യൂട്ടർ PC യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഈസിയാണ്. ഒരു 25,000 താഴെ ഉള്ളവർക്ക് 25,000 താഴെ വിലയുള്ള ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിവിടെ ലോഡ് ചെയ്തിരിക്കുന്ന ഹാംലെസ് എന്ന് പറയുന്ന ഒരു സിന്ത് VST. ഇതിൽ ഡിഫോൾട്ട് വോയിസ് എടുക്കുക. വോയിസ് കൊടുത്ത ശേഷം ഞാൻ ഇവ രണ്ടാമതായിട്ട് ഓരോന്ന് എഡിറ്റ് ചെയ്താണ്, അത് കാണിച്ചു തരാം. രണ്ടാമതായിട്ട് ഞാൻ പാഡാണ് ഉണ്ടാക്കിയത്. പാഡ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഡിഫോൾട്ട് വോയിസ് നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ്, ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് വോയിസ് ആയിട്ട് വരിക. ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് വോയിസ്. ഇതിൽ മാനിപ്പുലേഷൻസ് നടത്തിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഡിഫോൾട്ട് ആക്കി ഇട്ടിരിക്കുന്നത്. ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു പാഡാണ് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ റീസെറ്റ് ചെയ്താൽ അറിയാം നമുക്ക് എന്തെല്ലാം മാനിപ്പുലേഷൻസ് ആണ് നടത്തിയെന്നുള്ളത്. ഇത്രയാണിതുള്ളത്.
ഞാനത് ഓർക്കുന്നില്ല ഏതൊക്കെയാണ് ഡിഫോൾട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും വേരിയേഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാനിത് സേവ് ചെയ്യാതിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത VST എടുക്കാം, നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. അടുത്ത വേറൊരു പാടാണ്. യെസ്, ഇവിടെ ചെയ്തിരിക്കുന്ന മാനിപ്പുലേഷൻസ് എല്ലാം കാണാം. ഞാനിവിടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് ചെയ്തെന്നുള്ളത്. ഇവിടെ വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. ഇത് അറ്റാക്കാണ്, അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് കിട്ടിയിരിക്കുന്നത്. അടുത്ത DK. വിഡ്ത്ത് വേണമെങ്കിൽ വിഡ്ത്ത് കൊടുക്കാവുന്നതാണ്. ഫേസർ വിഡ്ത്ത് എന്ന് പറയും. യെസ്, അപ്പോൾ അതിനുള്ള വേരിയേഷൻസ് എത്രയാണ് വരുത്തിയത്. ഇനി അടുത്ത എടുത്ത് നോക്കാം. അടുത്ത മെലഡിയാണ്. ഇവിടെ അറ്റാക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അടുത്ത ഇവിടെ കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. യെസ്, ഇത്രയും വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് പ്ലക്കായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ മാത്രം കുറച്ച് കുറയ്ക്കുക. അടുത്ത ബേസ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഫുള്ള് കൊടുത്തിരിക്കുന്നു. DK ഒരു 80% കൊടുത്തിട്ടുണ്ട്. അറ്റാക്കും അതേപോലെ തന്നെ ഒരു 9-10-30% കൊടുത്തിരിക്കുന്നു. യെസ്, അടുത്ത ബേസാണ്. റിലീസ് ഒരു 12 o'clock കൊടുത്തിരിക്കുന്നു. ഇത് ഒരു 5 o'clock കൊടുത്തിരിക്കുന്നു.
4 o'clock സംതിങ് കൊടുത്തിരിക്കുന്നു. അറ്റാക്ക് ഒരു 7 o'clock ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. യെസ്. ഇനി അടുത്തത് ഒരു ബേസ് പ്ലക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 9 o'clock ലെവലിൽ കൊടുത്തിരിക്കുന്നു. ഇതൊരു 3 o'clock ലെവലിൽ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം കുറച്ച് വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സബ് ബേസ് കുറച്ച് കൂട്ടി കൊടുക്കാന്നുള്ളത്, ഇതിന് ബേസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് റിതംസ് കയറ്റിയിട്ടുണ്ട്. ഇനിയും ചെയ്ത് വർക്കൊന്ന് കേട്ട് നോക്കാം. പ്ലഗ് കൊടുത്തിരിക്കുന്നു. ഇതിന് CPU ലോഡിങ് നോക്കിക്കഴിഞ്ഞാൽ 2% എടുത്തിരിക്കുന്നത്, ഇപ്പം 3%. ഇത് 5-ൽ കൂടുതൽ പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു മ്യൂസിക്കിന് വേണ്ട അത്യാവശ്യം ലേയേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റാമും അതേപോലെ തന്നെ CPU ലോഡിങ് വളരെ ചെറുതായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഹൈ എൻഡ് പോർഷൻ തന്നെ ഒരു 5-ന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ലോ CPU അതുപോലെ തന്നെ ലോ റാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിംഗിൾ ഒരു VST, അതായത് സ്റ്റോപ്പ് പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ മ്യൂസിക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.